ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റു 4 ക്വസ്റ്റ്യനുകളിലേക്ക് പോവുകയാണ് നമ്മൾ. അതിൽ നമ്മൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ടി.എച്ച്. മോർഗൻ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റഡിക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ഐഡിയൽ മെറ്റീരിയൽ ആയിരുന്നു ഏത്? നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്ന ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ആ മെറ്റീരിയലിനെ, അതായത് നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈയെ സ്റ്റഡി ചെയ്തു എന്നുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൺഡ്രഡ്സ് ഓഫ് പ്രോജനി പെർ മേറ്റിംഗ്, അതേപോലെ തന്നെ സിമ്പിൾ സിന്തറ്റിക് മീഡിയത്തിൽ നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റും? കൾച്ചർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മെയിലിനെ ഫീമെയിലിനെ നമുക്ക് ഈസിലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവർ പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്തെടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. പിന്നെ റീകോമ്പിനേഷൻ ലിങ്കേജും അതും ടി.എച്ച്. മോർഗനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയിൽ സ്റ്റഡി നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൂന്നാമത്തെ ലോ, നമ്മുടെ മെൻഡലിൻ്റെ മൂന്നാമത്തെ ലോ ഉണ്ടല്ലോ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അസോർട്ട്മെൻറ്റ്, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വന്ന 2 ടേമുകളാണ് ലിങ്കേജും റീകോമ്പിനേഷൻ. ലിങ്കേജ് എന്താണ്? ആ ഫിസിക്കൽ അസോസിയേഷനാണ്, ജീനുകളുടെ ക്രോമസോമിലെ അസോസിയേഷനാണ്. എങ്കിൽ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോജനി നോൺ മെൻഡലിനെ അല്ലെങ്കിൽ നോൺ ക്യാരക്ടേഴ്സ് ആണ്, അല്ലേ, നോൺ പാരൻ്റൽ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ അത്തരത്തിൽ ലിങ്കേജും റീകോമ്പിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മ്യൂട്ടേഷൻ ഉണ്ട്, അല്ലേ, സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അത് ഫിനോടൈപ്പ് ആവാം, ജീനോടൈപ്പ് ആവാം. 2 തരത്തിലുള്ള മ്യൂട്ടേഷൻ ഉണ്ടെന്നറിയാം. അതിനകത്ത് ഫ്രെയിം ഷിഫ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്. പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ആണ് ഇത്, നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. പെഡിഗ്രി അനാലിസിസ് അറിയാമല്ലോ, അനാലിസിസ് ഓഫ് ട്രേറ്റ്സ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. അതിൽ ഒരുപാട് ട്രേറ്റ്സിൻ്റെ സിമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, മെയില്, ഫീമെയിൽ, സെക്സ് അൺസ്പെസിഫൈഡ്, അങ്ങനെയുള്ള കുറേ സിമ്പിൾസുകൾ പറയുന്നുണ്ട്. അതിനകത്ത് ആ റോംബസ് ചിഹ്നം കാണിക്കുന്നുണ്ടല്ലോ, അതാണ് സെക്സ് അൺസ്പെസിഫൈഡ്. അതിൻ്റെ ഉള്ളിൽ ഒരു 5 വന്നു കഴിഞ്ഞാൽ 5 അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ.